കർണാടകയുടെ ഭൂതകാലത്തിന്റെ പ്രൗഢിയും വീര്യവും വിളിച്ചോതുന്ന ചരിത്ര സ്മാരകമാണ് ചിത്രദുർഗ കോട്ട. കർണാടകയിലെ ചിത്രദുർഗ പട്ടണത്തിൽ 7ഓളം കുന്നുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ കോട്ട 7 ചുറ്റളവുകളുള്ള കോട്ട, എലുസുറ്റീന കോട്ടെ അല്ലെങ്കിൽ കല്ലിൻ കോട്ട, സ്റ്റോൺ ഫോർട്ട് എന്ന പേരുകളിലും അറിയപ്പെടുന്നു. അത്യധികം പ്രതിരോധശേഷിയുള്ള വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണിത്. ചരിത്രപരമായ പശ്ചാത്തലം ചിത്രദുർഗ കോട്ടയുടെ നിർമ്മാണം 11-13 നൂറ്റാണ്ടുകൾക്കിടയിൽ പല ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കപ്പെട്ടു. ചാലൂക്യർ, ഹൊയസാലർ തുടങ്ങിയ രാജവംശങ്ങളാണ് ഇതിന്റെ ആദ്യകാല നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. എന്നാൽ കോട്ടയുടെ ഏറ്റവും വലിയ വികാസത്തിന് കാരണമായത് 15-18 നൂറ്റാണ്ടുകൾക്കിടയിൽ ഈ പ്രദേശം ഭരിച്ചിരുന്ന ചിത്രദുർഗ നായകന്മാരാണ്, പളേകാർ നായകന്മാർ. അവരുടെ കാലത്താണ് കോട്ടയുടെ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണരൂപത്തിലായത്. കുന്നിൻ പ്രദേശത്തിന്റെ സ്വാഭാവികമായ പ്രതിരോധ സാധ്യതകളെ സമർത്ഥമായി ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കോട്ട നായകരാജാക്കന്മാരുടെ അഭേദ്യമായ കോട്ടയായി നിലകൊണ്ടു. 1779-ൽ മൈസൂരിലെ ഭരണാധികാരിയായ ഹൈദർ അലി ഈ കോട്ട പിടിച്ചെടുത്തതോടെ നായകന്മാരുടെ ഭരണത്തിന് അന്ത്യമായി. പിന്നീട് ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർ ഈ കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. വാസ്തുവിദ്യയും പ്രതിരോധ സംവിധാനവും ചിത്രദുർഗ കോട്ടയുടെ പ്രധാന പ്രത്യേകത ഒന്നിനൊന്ന് ഉയർന്ന നിലയിലായി നിർമ്മിച്ചിട്ടുള്ള 7 കേന്ദ്രീകൃതമായ കൺസെൻട്രിക് ചുറ്റുമതിലുകളാണ്. ഓരോ മതിലും കുന്നിൻ ചെരിവുകൾക്ക് അനുസൃതമായി നിർമ്മിച്ചിരിക്കുന്നതിനാൽ കോട്ടയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുക ശത്രുക്കൾക്ക് ദുഷ്കരമായിരുന്നു. പ്രവേശനത്തിനായി 19 പ്രധാന കവാടങ്ങളും പ്രതിരോധ ആവശ്യങ്ങൾക്കായി 38 രഹസ്യ കവാടങ്ങളും ഈ കോട്ടയിലുണ്ടായിരുന്നു. പാറക്കെട്ടുകൾ നിറഞ്ഞ ഭൂപ്രകൃതിക്കിടയിൽ സ്വാഭാവികമായ പാറയിടുക്കുകൾ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത അതിവിശിഷ്ടമായ ജലസംഭരണ സംവിധാനമാണ് കോട്ടയുടെ മറ്റൊരു ഹൈലൈറ്റ്. പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള നിരവധി കിണറുകളും ടാങ്കുകളും മഴവെള്ളം ശേഖരിച്ച് വരണ്ട കാലത്തും കോട്ടക്കകത്ത് ജലലഭ്യത ഉറപ്പുവരുത്തി. ഒനകെ ഒബവയുടെ വീരഗാഥ ചിത്രദുർഗ കോട്ടയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായമാണ് ഒനകെ ഒബവയുടെ ധീരമായ പോരാട്ടം. 18-ാം നൂറ്റാണ്ടിൽ ഹൈദർ അലിയുടെ സൈന്യം കോട്ടയിലേക്ക് പ്രവേശിക്കാൻ ഒരു രഹസ്യ കവാടം കിണ്ടി കണ്ടെത്തിയപ്പോൾ ഒരു സാധാരണ ഭടന്റെ ഭാര്യയായ ഒബവ തന്റെ കൈവശമുണ്ടായിരുന്ന ഒനകെ ഉലക്ക മാത്രം ആയുധമാക്കി ശത്രുസൈനികരെ തടഞ്ഞു നിർത്തുകയും നിരവധി പേരെ വധിക്കുകയും ചെയ്തു. കോട്ടയെ രക്ഷിക്കാൻ ജീവൻ വെടിഞ്ഞ അവരുടെ ധീരത ചിത്രദുർഗ കോട്ടയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ടതാണ്. പ്രധാന ആകർഷണങ്ങൾ കോട്ടയുടെ ഉള്ളിൽ വിവിധ കാലഘട്ടങ്ങളിലായി നിർമ്മിച്ച ഏകനാഥേശ്വരി ക്ഷേത്രം, ഹിഡിംബേശ്വര ക്ഷേത്രം, സംബീകെ സിദ്ധേശ്വര ക്ഷേത്രം തുടങ്ങിയ 18ഓളം ക്ഷേത്രങ്ങളും ഹൈദർ അലിയുടെ ഭരണകാലത്ത് നിർമ്മിച്ച ഒരു മസ്ജിദും നിലകൊള്ളുന്നുണ്ട്. ഇവയെല്ലാം ഇന്ത്യൻ ചരിത്രത്തിന്റെയും വാസ്തുവിദ്യയുടെയും വിവിധ കാലഘട്ടങ്ങളുടെ സംഗമമാണ്. ഇന്നും കർണാടകയുടെ അഭിമാനസ്തംഭമായി തലയുയർത്തി നിൽക്കുന്ന ചിത്രദുർഗ കോട്ട ചരിത്രസ്നേഹികൾക്കും സഞ്ചാരികൾക്കും ഒരുപോലെ അവിസ്മരണീയമായ അനുഭവമാണ് നൽകുന്നത്.